ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റിനെ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്ററിലെ ചോദിച്ച ക്വസ്റ്റൻ ആണ്. വലിയ സംഭവമൊന്നുമല്ല, അഗെയിൻ കുറച്ച് ചെയ്യാണ്ടെങ്കിലും നമുക്ക് അറിയുന്ന കൺസെപ്റ്റുകൾ മാത്രമാണ്. ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ എന്താ, ലെറ്റ് എ ലൈൻ പാസിംഗ് ത്രൂ 2 ഡിസ്റ്റിൻക്ട് പോയിന്റ് P -2 -1 3 ആൻഡ് Q. അവിടെ ഒരു ലൈൻ ഉണ്ട്, ഒരു ലൈൻ ഞാൻ വരക്കാളെ. ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാ? ഒന്ന് P ആണ്. ആ P ആരാ? -2 -1 3 ആണ് അല്ലെ. രണ്ടാമത്തെ ആളാരാ? Q ആണ്. ആ Q ആരാ നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, ഇനി എന്താ, ആൻഡ് പാരലൽ ടു ദ വെക്ടർ 3i + 2j + 2k. ഈ കാണുന്ന ലൈൻ വേറൊരു ലൈൻ അല്ലെ വേറൊരു വെക്ടറിനോട് പാരല അല്ലെ. ആ വെക്ടർ ആരാ? ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ 3i + 2j + 2k ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് Q ഫ്രം ദ പോയിന്റ് R. ഒരു പോയിന്റ് 1,3,3 ഉണ്ടാ. ആ 1,3,3 ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? 5 ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു 6 വരക്കാണ്. ഇവിടെ എവിടെയോ 6 ഉണ്ട്. 6 എന്ന പോയിന്റ് ഏതാ? 1,3,3 അല്ലെ. ആ 6 ഇതിലേക്കുള്ള ഡിസ്റ്റൻസ്, ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? 5 ആണ് അല്ലെ. അങ്ങനെ നമുക്ക് എന്താ കാണുന്നത്? ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ PQR അല്ലെ. ആ PQR എന്ന ട്രയാങ്കിളിന്റെ ഏരിയയുടെ സ്ക്വയർ ആണ്. ഓക്കെ, അതിനു വേണ്ടി ആദ്യം നിങ്ങൾ നോക്കേണ്ടത്, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ എനിക്ക് ഈ പോയിന്റ് കിട്ടി, ഈ പോയിന്റ് കിട്ടി, ഇനി ആരെ കിട്ടിയാൽ മതി? ഈ കാണുന്ന പോയിന്റ് കിട്ടിയാൽ മതി അല്ലെ. സോ അതിന്റെ ലക്ഷ്യം എന്താണ്? ഈ കാണുന്ന Q എന്ന പോയിന്റ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം അല്ലെ. എങ്ങനെയാണ് ആ Q എന്ന പോയിന്റ് കണ്ടുപിടിക്കുക? നമുക്കല്ലേ Q എന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത പോയിന്റ് അല്ലേ. അപ്പൊ നോർമലി നമുക്ക് അറിയാത്ത പോയിന്റ് നമ്മൾ എന്താക്കി എടുക്കുക? 3D ആയതുകൊണ്ട് x, y, z ആക്കി എടുക്കാം അല്ലെ. പക്ഷെ x, y, z ആക്കി എടുത്ത ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താ? അവിടെ 3 അൺനോൺ ഉണ്ട്, സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതിലേറെ ഈസി എന്താ മക്കളെ? അവിടെ നമ്മൾ എപ്പോഴും 3D ചെയ്യുന്ന കാര്യം എന്താ? ഒരു ലൈനിലെ പോയിന്റ് ആണെങ്കിൽ ആ ലൈനിലെ പോയിന്റ് പാരാമെട്രിക് ഫോമിലാക്കി എടുക്കുക അല്ലെ. അങ്ങനെ ഒരു ലൈനിലെ പോയിന്റ് പാരാമെട്രിക് ഫോമിലാക്കി എടുക്കണമെങ്കിൽ ആദ്യം ആ ലൈനിന്റെ ഇക്വേഷൻ കാണണ്ടേ അല്ലെ. അതായത് ആദ്യം ഞാൻ ഈ മഞ്ഞ ലൈനിന്റെ ഇക്വേഷൻ ആണ്. എടാ നോർമലി ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണണമെങ്കിൽ പാസ് ചെയ്യുന്ന പോയിന്റ് പാരലൽ വെക്ടർ പോരെ. എടാ ഇവിടെ പാസ് ചെയ്യുന്ന പോയിന്റ് പാരലൽ വെക്ടർ ഉണ്ട്. അങ്ങനെ ആ ലൈനിന്റെ ഇക്വേഷൻ എന്താ? x - x1/a = y - y1/b = z - z1/c അല്ലേ. അത് അപ്ലൈ ചെയ്താല് എന്താ വരിക? x - x1 എന്ന് പറഞ്ഞ -2 അല്ലേ. സോ x - -2 അല്ലേ ബൈ a. ആരോടെ? 3. y - y1 y - -1 y + 1 അല്ലേ ബൈ b. ഇവിടെ b ആരാ? 2. z - z1 ആര? 3 ബൈ c. c ആരാ? 2 അല്ലെ. സോ x + 2/3 = y + 1/2 = z - 3/2. അതാണ് ലൈനിന്റെ ഇക്വേഷൻ. ഞാൻ യൂസ് ചെയ്യുന്നതാണ് പാസ് ചെയ്യുന്ന പോയിന്റും പാരലൽ വെക്ടറും ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്താണ്? x - x1/a = y - y1/b = z - z1/c ആണ് അല്ലെ. സോ ആ ലൈനിന്റെ ഇക്വേഷൻ കിട്ടി അല്ലെ. ഇനി എങ്ങനെ ഇതിന് ജനറൽ പോയിന്റ് എടുക്കുക? പാരാമെട്രിക് ഫോം അല്ലേ. എങ്ങനെ ഇതിനെ ലാംഡ ഇക്വേറ്റ് ചെയ്യുക അല്ലെ. ലാംഡ ഇക്വേറ്റ് ചെയ്യുമ്പോൾ x എന്താ വരിക? x = 3 × λ - 2 അല്ലേ. x ആരാ? 3 λ - 2 അല്ലെ. y ആരാ? അപ്പം y ആരാ? 2 λ - 1 അല്ലേ. സോ y is 2 λ - 1. z ആരാ? z 2 λ + 3 അല്ലേ. സോ z is 2 λ + 3 അല്ലെ. നോർമലി നമുക്ക് അറിയാത്ത പോയിന്റ് നമ്മൾ എക്സും വൈയും സെഡും ആക്കി എടുക്കാറ്. പക്ഷെ എക്സും വൈയും സെഡും ആക്കി എടുത്താൽ 3 വേരിയബിൾ ഉണ്ടാവുക. അപ്പൊ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. പക്ഷെ ഇപ്പൊ എന്താ ഗുണം? ഇവിടെ ഒരേ ഒരു വേരിയബിൾ ലാംഡേ ഉള്ളൂ അല്ലെ. ആ ലാംഡ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? ഈ പോയിന്റ് കിട്ടി, പരിപാടി തീർന്നു അല്ലെ. അപ്പൊ ഇനി എന്ത് എനിക്ക് കിട്ടിയാൽ മതി? ലാംഡ കിട്ടിയാൽ മതി അല്ലെ. ആ ലാംഡ കണ്ടുപിടിക്കാൻ ഇൻഫർമേഷൻ നമുക്കല്ലേ ഈ പോയിന്റ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? 5 ആണ് അല്ലെ. എന്ത് അപ്ലൈ ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ ചെയ്താൽ പോരെ. എന്താണ് വരിക? √ x2 - x1 3 λ - 2 - 1 3 λ - 3 അല്ലേ. സോ 3 λ - 3 ഹോൾ സ്ക്വയർ. y2 - y1 എന്താണ് വരിക? 2 λ - 1 അല്ല. ഇവിടെ 2 λ - 1 അല്ലേ. സോ -3 2 λ - 4 അല്ലേ വരിക. 2 λ - 4 ഹോൾ സ്ക്വയർ. then 2 λ + 3 - 3 2 λ അല്ലേ വരിക. 2 λ സ്ക്വയർ 4 λ സ്ക്വയർ അല്ലേ വരിക. ഇതിന്റെ വാല്യൂ എന്താണ്? 5 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാല് ഒന്നെങ്കിൽ ഇതെന്ത് ചെയ്യുക? ഓപ്പൺ ആക്കി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്യാം അല്ലെ. അതൊരു മെത്തേഡ് അല്ലെ. അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഓരോ വാല്യൂ ഇട്ട് കൊടുക്കാം, എന്നിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇത് നോർമലി നിങ്ങൾക്ക് ഓപ്പൺ ആക്കി സോൾവ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഓപ്പൺ ആക്കി സോൾവ് ചെയ്യാം. വാല്യൂ ഇട്ട് കൊടുക്കണ്ട, ഓപ്പൺ ആക്കാം. എന്താ ഇന്ന് 3 λ - 2 ഹോൾ സ്ക്വയർ. വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 0, 1, 2, 3 കൊടുത്താൽ മതി. അതിൽ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ആൻസർ ആയി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 3 λ - 3 ഹോൾ സ്ക്വയർ 9 λ സ്ക്വയർ
മൈനസ് 18 ലാംഡ പ്ലസ് 9 അല്ലേ അല്ലെ. ഇവിടെ 2 ലാംഡ മൈനസ് 4 കൊടുക്കുക. 2 ലാംഡ മൈനസ് 4 സ്ക്വയർ എന്താ 4 ലാംഡ സ്ക്വയർ മൈനസ് 4 16 ലാംഡ പ്ലസ് 16 പ്ലസ് 4 ലാംഡ സ്ക്വയറിൽ വരിക ഈക്വൽ ആരാ 5 അല്ലെ. സോ 9 ലാംഡ സ്ക്വയർ പ്ലസ് 4 ലാംഡ സ്ക്വയർ 13 ലാംഡ സ്ക്വയറിലെ പ്ലസ് 4 ലാംഡ സ്ക്വയർ 17 ലാംഡ സ്ക്വയർ അല്ലെ. പിന്നെ മൈനസ് 18 ലാംഡ മൈനസ് 16 ലാംഡ മൈനസ് 34 ലാംഡ അല്ലേ അല്ലെ. 9 പ്ലസ് 16 എന്താ 25. അവിടെ സ്ക്വയർ ചെയ്യുമ്പം ആ റൂട്ട് പോയാലേ ഇവിടെ 5 സ്ക്വയർ 25 അല്ലേ. ഈ 25 പോയി ഇവിടെ എനിക്ക് ആരെ കോമൺ ആകിരിക്കാം 70 ലാംഡ കോമൺ ആകിരിക്കാലോ. ബാക്കി എന്താ ലാംഡ മൈനസ് 2 അല്ലേ 0. അടാ 70 ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 2 എപ്പോഴാണ് 0 ആവുക? ഒന്നുകിൽ ലാംഡ 0 ആവണം അല്ലെങ്കിൽ ലാംഡ എന്താണ് 2 ആണ്. ഓക്കെ, ലാംഡ 0 ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി. എന്തുകൊണ്ടാണ് ലാംഡയുടെ 0 വാല്യൂ ഒഴിവാക്കിയത്? ഒന്നുമില്ലടാ, ലാംഡക്ക് 0 കൊടുത്താലേ ഇതെന്താ വരിക -2 -1 3 അല്ലേ വരിക. ആ -2 -1 3 എന്ന പോയിന്റ് ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തില്ലേ. അതായത് ലാംഡക്ക് 0 കൊടുത്താൽ -2 -1 3 ആ വരിക. അത് ഓൾറെഡി ഇവിടെ P എന്ന പോയിന്റ് ഉണ്ട്. അപ്പൊ Q എന്ന പോയിന്റ് ഡിഫറെന്റ് പോയിന്റ് അല്ലേ. അപ്പൊ ലാംഡ 0 കൊടുക്കില്ല. അപ്പൊ 2 കൊടുത്താൽ ലാംഡക്ക് 2 കൊടുത്താൽ ഈ പോയിന്റ് തരിക 3 × 2 6 - 2 4 2 × 2 4 - 1 3 2 × 2 4 + 3 7. അതായത് അങ്ങനെയെങ്കിൽ ആ ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുമ്പോഴേ ആ ട്രയാങ്കിൾ എങ്ങനെ വരിക? ഇതാണ് ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ ഈ പോയിന്റ് P -1, -2, -1, 3 അല്ലെ. ദെൻ Q ആരാ 4 3 7 4 3 7 അല്ലെ. ദെൻ R ആരാ 6 1 3 3. ട്രയാങ്കിളിലെ കാര്യങ്ങൾ മൊത്തം കഴിഞ്ഞു. ഇനി എന്താ വി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലെ. അവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണുന്ന മെത്തേഡ് എന്താ? അവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വെക്ടറിലെ കൺസെപ്റ്റ് എന്താണ്? ഹാഫിന്റെ മോളസ് ഓഫ് A × B അല്ലെ. അത് യൂസ് ചെയ്താൽ പോരെ. അതിനുവേണ്ടി എയും ബിയും വേണ്ടേ. അപ്പൊ എയും ബിയും സൈഡ്സ് അല്ലേ. അവിടെ ഈ A ബാർ എന്ന വെക്ടർ എന്തായിരിക്കും? x2 - x1 i. x ബാർ ഞാൻ എടുക്കുകയാണ്. x2 - x1 i പ്ലസ് y2 - y1 j പ്ലസ് z2 - y1 k അല്ലേ. എന്താ വരിക 4 - 2 4 + 2 6 i. പിന്നെ 3 - 1 4j. പിന്നെ 7 - 3 4k. ഇതാണ് A ബാർ അല്ലേ. ദെൻ ബി ബാറോ ഇതെടുക്കുക ബി ബാർ. ഓക്കെ, അപ്പൊ എന്താ വരിക 1 - 2 3 അല്ലേ. സോ 3i. 3 - 1 4 അല്ലേ 4j. 3 - 3 0k എന്ന് കിട്ടി അല്ലെ. അങ്ങനെയെങ്കിൽ എന്താ വരിക ഹാഫ് ഇൻറ്റു മോളസ് ഓഫ് A × B. സോ i j k. A ആരാ 6 4 4 അല്ലേ 6 4 4. അല്ല ബി ആരാ 3 4 0 അല്ലേ. വേണമെങ്കിൽ ഇതൊന്നും ചെറുതാക്കാം. എങ്ങനെയാടാ ഫസ്റ്റ് സെക്കൻഡ് റോയിന്ന് 2 കോമൺ ആക്കിയിരിക്കാലോ. ആ 2 കോമൺ ആക്കുമ്പോൾ ആ 2 × 2 കട്ട് ചെയ്ത് പോലെ. ആ 2 കോമൺ ആക്കുമ്പോൾ എന്താ വരിക i j k. ബാക്കി ആരാ 3 2 2 പിന്നെ 3 4 0. ഫസ്റ്റ് റോ ബേസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. എന്താണ് വരിക i ഇൻറ്റു റോയിങ് കോളമാക്കിയാൽ 0 - 8. സോ -i. സോ -j ഇൻറ്റു എങ്ങനെ റോയിങ് കോളമാക്കി എന്താ 0 - 6 പ്ലസ് k ഇൻറ്റു എങ്ങനെ റോയിങ് കോളമാക്കി എന്താ 12 - 6 അല്ലേ. 12 - 6 നമ്മൾ 6 അല്ലേ അല്ലേ. അതായത് -8i പ്ലസ് 6j പ്ലസ് 6k ആണ് ആൻസർ വരിക. മീൻ നമ്മളെ വെക്ടർ വരിക അല്ലെ. അങ്ങനെയെങ്കിൽ ഏരിയ എന്ത് വരിക? ഇവിടെ ഏരിയ മോളസ് ഓഫ് ഹാഫിന്റെ മോളസ് ഓഫ് A × B അല്ലേ. വട്ട് ഇസ് മോളസ് ഓഫ് A × B വരിക? ഇത് ഹാഫിന്റെ മോളസ് ഓഫ് A × B ആണ് ഇത് കിട്ടിയല്ലോ. അതിന്റെ സോറി A × B മോളസ് എന്താ വരിക √(-8² 64 അല്ലേ 6² 36 അല്ലേ 36. അപ്പൊ എന്താ 64 7 100 136 √136. ഇതാണ് ഏരിയ അല്ലെ. സോ ഏരിയ ഇസ് √136. നമുക്കാണ്ട് സ്ക്വയർ ഓഫ് ഏരിയ അല്ലേ. സ്ക്വയർ ഓഫ് ഏരിയ അപ്പം എന്താ വരിക 136 വരിക. ഓക്കെ, അപ്പോൾ നമ്മളെ 3D എന്ന ചാപ്റ്ററും വെക്ടർ എന്ന ചാപ്റ്ററും കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. സോ ഇത് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് ഇക്വേഷൻ. ഹാഫിന്റെ മോളസ് ഓഫ് A × B. നമുക്ക് ഒരു ലൈനിലെ പോയിന്റ് അറിഞ്ഞില്ലെങ്കിൽ ആ പോയിന്റ് എന്താക്കി എടുക്കുക പാരാമീറ്റർ ഫോം ആക്കി എടുക്കുക. ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? x - x1/a = y - y1/b = z - z1/c.